ഹബീബ് റളിയല്ലാഹു അൻഹു പുണ്യ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ യൗമി ഉഹുദിൻ, ഉഹദ് യുദ്ധത്തെക്കാളും ഉഹദിൻ്റെ ദിനത്തെക്കാളും പ്രയാസമേറിയ ഒരു ദിവസം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് സ്വഹാബിമാരൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഉഹദായിരുന്നു നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ യുദ്ധം ഒരു പരാജയമായി അവസാനിക്കുകയാണ്. ഹബീബിൻ്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പല്ല് ഇന്ന് തുർക്കി മ്യൂസിയത്തിലുണ്ട്. ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിൽ ആ പല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദിൻ്റെ ഈ ദിവസത്തെക്കാളും പ്രയാസമുള്ള ഒരു ദിവസം ഹബീബേ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ലഖദ്, അപ്പോൾ നബിതങ്ങളുടെ മറുപടി വന്നു, ആയിഷ ഞാൻ പറഞ്ഞോട്ടെ, ലഖദ് ലഖീതു മിൻ ഖൗമികി മാ ലഖീത്, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന്, അങ്ങനെ പറഞ്ഞു ആയിഷ ബീവി, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വകാന അശദ്ദ മാ ലഖീതു മിൻഹും യൗമൽ അഖബ, എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് അഖബ ദിവസത്തിലാണ്, അഖബയുടെ ദിവസത്തിലാണ്. ത്വായിഫിലേക്ക് പോയ ദിവസത്തെക്കുറിച്ച് പറയാണ്. അവിടുന്ന് കഷ്ടതകളിലൂടെയാണ് കടന്നു വരുന്നത്. ജനിക്കുമ്പോൾ പിതാവില്ല, 6 വയസ്സായപ്പോൾ മാതാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, 8 വയസ്സായപ്പോൾ പ്രിയപ്പെട്ട വല്ലിപ്പയും നഷ്ടമായി. അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നെ കഴിയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്ത് ലഭിക്കുന്നതോടുകൂടെ ചിത്രം മാറുകയാണ്. അതുവരെ നല്ല ആൾ, അതുവരെ അൽ അമീൻ, അതുവരെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആൾ. 40 വയസ്സ്, ആ 40 വയസ്സിൻ്റെ പ്രായം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 40 വയസ്സായപ്പോൾ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിരിക്കുക, തങ്ങൾ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നുബുവത്ത് കിട്ടിയതിൽ പിന്നെ പ്രയാസങ്ങളാണ്. ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ്. ഒരു ഒട്ടകത്തിൻ്റെ സലാ ജസൂർ, കഅബാലയത്തിൻ്റെ മുന്നിൽ അവിടുന്ന് സുജൂദിൽ കിടക്കുന്ന സമയത്താണ് ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ നബി തങ്ങളുടെ തോളിൽ കൊണ്ടുവന്ന് ചാർത്തുന്നത്. അഷ്ഖൽ ഖൗം, അങ്ങനെ വരാം, ആ സമൂഹത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരാൾ. അങ്ങനത്തെവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം വിശ്വസിച്ചതിൻ്റെ പേരിൽ ഹബീബായ നബി തങ്ങൾ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ഷരീഫാണ് അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഇസ്സത്തിൽ ജീവിക്കുന്ന കുടുംബമാണ് ഹബീബിൻ്റെ കുടുംബം. അള്ളാഹുവിൻ്റെ ഹബീബിനെ തൊടാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ അവിടുന്ന് അള്ളാഹുവാണ് സൃഷ്ടാവ്, സൃഷ്ടാവായ പടച്ചതമ്പുരാൻ രൂപമുള്ളവനല്ല, അള്ളാഹു ബിംബമല്ല, അള്ളാഹു ചാല രൂപമുള്ളവനല്ല, കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവൻ, ഈ ലോകത്തെ പടച്ചവൻ, എന്നാൽ ഈ ലോകത്ത് കാണപ്പെടാൻ കഴിയാത്തവൻ. ലാ തുദ്രികുഹുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഹബീബായ നബി തങ്ങളുടെ തോളിലേക്ക് ഒരൊട്ടകം പ്രസവിച്ചിരുന്നു. പ്രസവിക്കുമ്പോൾ ആ കുട്ടി കിടക്കുന്ന ആ ഒരു ബ്ലാഡറിനാണ് മഷീമ, അതിനാണ് സലാ ജസൂർ എന്ന് പറയാം. കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ ആ ഒരു വേസ്റ്റ് ഉണ്ടാകും, ആ മാംസമാണ് ഹബീബിൻ്റെ തലയിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഭാരം കൊണ്ട്, അതൊരു ആടിൻ്റെതല്ല, ഓർക്കണം, ഒരു ഒട്ടകത്തിൻ്റെതാണ്. അതിൻ്റെ ഭാരം കൊണ്ട് സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ദുർഗന്ധവും ചോരയും മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം കിടക്കുന്ന ആ ഒരു ഒട്ടകത്തിൻ്റെ കുടൽമാല ഹബീബായ നബി തങ്ങളുടെ തോളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഇളയ മകളായ പിഞ്ചുമോൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് ഉപ്പായുടെ തലങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ കരയുന്നുണ്ട്, ഉപ്പാ നിങ്ങൾക്ക് വിഷമമായോ ഉപ്പാ, അള്ളാഹു അങ്ങേക്ക് വിഷമമുണ്ടാക്കില്ല, അങ്ങ് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഹബീബിനെ ആശ്വസിപ്പിക്കുന്ന പൊന്നുമോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജ്യേഷ്ഠത്തിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. നമുക്കറിയാം തങ്ങളുടെ 4 മക്കളിൽ ഫാത്തിമ ബീവിയുടെ ചരിത്രം നമ്മൾ കൂടുതൽ കേൾക്കുള്ളൂ. സൈനബ് ബീവി, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, റുഖയ്യ ബീവി.